സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. തരൂരിന്റെ പേര് AICC ലിസ്റ്റിൽ നിന്ന് വെട്ടുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ നേതാക്കൾ വെട്ടിലായിരിക്കുകയാണോ? കാരണം ഇവിടെ ചിലരൊക്കെ തരൂരിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ആദ്യ നിമിഷം മുതൽ രംഗത്ത് വന്നിരുന്നു. അവർക്കൊക്കെ അത് പിൻവലിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്, ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ ഈ വിഷയം എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? മനു, എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തരൂരിനെ ഈ സംഘത്തിൽ എടുത്തതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അനുമോദന പോസ്റ്ററുകളൊക്കെ തന്നെയും KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. വലിയ രീതിയിൽ ശശി തരൂരിനെ അനുമോദിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഇടുന്നു. അങ്ങനെ അത്തരത്തിൽ ഫേസ്ബുക്കിൽ, അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരം പോസ്റ്റുകൾ ഈ KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. പിന്നീടാണ് AICC ശശി തരൂരിന്റെ പേര് വെട്ടിമാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. AICC വെട്ടിമാറ്റിയ പേരാണ് പിന്നീട് കേന്ദ്ര സർക്കാർ ഈ സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സമയത്ത് ആദ്യം അനുമോദിച്ച ഈ KPCCയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും പിന്നീട് ഔദ്യോഗികമായി തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. AICC തീരുമാനം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തടി തപ്പുന്നൊരു നിലയുണ്ടായത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഔദ്യോഗിക സംഘത്തിൽ വിദേശ പര്യടനം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ സർവകക്ഷി സംഘത്തിൽ ഇത്തരത്തിൽ ശശി തരൂരിന്റെ പേര് ആദ്യഘട്ടത്തിൽ AICC ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ ഉൾപ്പെടുത്താത്തൊരു പേരാണ് പിന്നീട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെ AICC നേതാക്കൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്നു. പിന്നീട് ശശി തരൂർ ഇന്നലെ വൈകിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. തന്നെ ആർക്കും അത്ര പെട്ടെന്ന് അപമാനിക്കാൻ കഴിയില്ല എന്നതാണ് ശശി തരൂർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ആകെ മൊത്തം ഒരു KPCCയിൽ ആകെ ഇതൊരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ KPCCയിൽ ഇത്തരത്തിൽ പരസ്യ പ്രതികരണം പാടില്ല എന്ന തരത്തിലുള്ള ഒരു ചട്ടമുണ്ടായിരുന്നു. അത് മറികടന്നാണ് KPCC നേതാക്കൾ ഇത്തരത്തിൽ ശശി തരൂർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിരവധിയായ അനുമോദന പോസ്റ്ററുകളൊക്കെ തന്നെയും പുറത്തുവിട്ടത്. പിന്നീട് AICCയുടെ നിർദ്ദേശം വരുന്നു. ഇത്തരത്തിൽ AICC കൊടുത്ത പട്ടികയിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു കാര്യം AICC ഒരു നിർദ്ദേശം ഉണ്ടാകുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിലേക്ക് KPCC നേതാക്കളൊക്കെ തന്നെയും കടന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെയാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര പെട്ടെന്ന് ആർക്കും അപമാനിക്കാൻ കഴിയില്ല, താൻ എന്താണ് എന്നത് അറിയാം, അതുകൊണ്ടാണ് തന്നെ ഈ പട്ടികയിലേക്ക് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ മാധ്യമങ്ങളോട് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം അത് KPCCയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനു.